അങ്ങനെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ബസർ അമർത്തുന്നതിനനുസരിച്ച് ഓരോരുത്തർ വന്നിട്ട് അവർ ഈ പറഞ്ഞൊരു 6 പേരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ആ 6 പേരിൽ താൻ ഉൾപ്പെടില്ല എന്നുള്ളതിന് ഉള്ള കാരണം പറയണം. ഒരു ബസർ അമർത്തുന്നതിൻ്റെ ഇടയിലാണ് അത് പറയേണ്ടത്. അതായത് ഈ എവിക്ഷന് താൻ ഉൾപ്പെടത്തില്ല എന്നുള്ള കാര്യം താൻ പറയണം. ഇതാണ് ബിഗ് ബോസിന്റെ നിബന്ധന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോണ്ടന്റും ഇല്ലല്ലോ എന്ന് കരുതി ഇരുന്നതാണ് രേണുസുതി. പക്ഷെ രേണുസുതി ശരിക്കും പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ആരുടെത്തെങ്കിലുമൊക്കെ പോയി നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ എന്നൊന്ന് ചോദിക്കണം. ചോദിച്ചാൽ തന്നെ രേണുസുതിക്കൂടെ സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ അത് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കോണ്ടന്റ് വരും. പക്ഷെ രേണുസുതി ഒന്നും മിണ്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ തന്നെയും സംസാരിക്കുന്നത് മുഴുവൻ പുറത്തെ കാര്യങ്ങളാണ്. അത് മാറ്റിയിട്ട് അവിടെ അകത്തുള്ള എന്തെങ്കിലും കാര്യം രേണു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കോമഡിയാണ്. ഇപ്പം ഏതായാലും ശരി, ഈ പറഞ്ഞ മിഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള നോമിനേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കണമല്ലോ. അപ്പോൾ രേണുസുതി സംസാരിച്ച കാര്യങ്ങളെ ഞാനൊന്ന് ട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഉണ്ട് കേട്ടോ. അപ്പം നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. നമുക്ക് ഈ പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ, ഈ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ. അപ്പം ബിഗ് ബോസിന് വന്നതിന് ശേഷവും ഒരു വട്ടം നമ്മൾ കേട്ടായിരുന്നു. അപ്പം നമ്മൾ ഈ രേണുസുതിയെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എവിടെയാണ്? ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അവിടെ തൊട്ടാണ് രേണുസുതി ഈ സംസാരം തുടങ്ങുന്നത്. അതായത് പുറത്തെല്ലാവരും എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കാണുമായിരിക്കും, ഞാൻ കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും കരുതി കാണും, ബിഗ് ബോസിലേക്ക് വരുമ്പോഴത്തേക്കും ഇവളെല്ലാവരെയും കടിച്ചു കീറും എന്നാണ് നിങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാവുക. ഇവിടെ എല്ലാവരും അങ്ങനെയായിരിക്കും കരുതിയിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാം. അത് രേണുസുതി പറയേണ്ട കാര്യമില്ല. രേണുസുതിക്ക് അതിനും വേണ്ടി കടിച്ചു കീറാനുള്ളൊരു ആവേശമൊന്നും സത്യത്തിലില്ല. പക്ഷെ രേണുസുതി സെൽഫായിട്ടൊരു ട്രോൾ കൊടുക്കുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവർ ഇല്ലാത്തത് കൊണ്ടാണോ താൻ ഇങ്ങ് സൈലൻ്റ് ആയി പോയത്? ഇൻ്റർവ്യൂ എടുക്കുമ്പോഴാണ് രേണുസുതിയുടെ എല്ലാ സംസാരങ്ങളും പ്രശ്നങ്ങളും, പിന്നെ ആ ഇൻ്റർവ്യൂവിനകത്തായിരിക്കും ഇവരെല്ലാവരും ഇട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അത് ഒരു ഇൻ്റർവ്യൂവർ ഇല്ലാത്തത് കൊണ്ടാണ് രേണുസുതിക്ക് വലിയ പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. രേണുസുതി തന്നെ പറഞ്ഞ കാര്യമാണേ. ശാരിക അടുത്തിരിപ്പുണ്ട്, ശാരിക വെച്ചൊരു ഇൻ്റർവ്യൂ ചെയ്താൽ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പേരിടിയിൽ കർമ്മം വന്നു കഴിഞ്ഞുള്ള ഒരു തൊട്ടടുത്ത ദിവസം ഈ പേരിടിയിൽ കർമ്മം എന്ന വാക്കും രേണുസുതി തന്നെയാണ് കൊടുത്തത്. അതായത് ആ ഓമനപ്പേരിടുന്ന ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തായിരുന്നു. അതിൽ അക്ബർ വിളിച്ച പേര് അത് തെറ്റായി പോയി അക്ബർ, അത് ഇനിയാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ അത് രേണുസുതി പറയുന്നത് പേരിടിയിൽ കർമ്മം നടത്തിയപ്പോൾ എനിക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ തർക്കിക്കാമായിരുന്നു. പക്ഷേ തർക്കിച്ചിട്ടുണ്ട് കേട്ടോ. അക്ബറിൻ്റെ അടുത്ത് നന്നായിട്ട് തന്നെ അത് രേണുസുതി നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നൂറെടുത്ത് പോയി ആദ്യം കുറച്ചു നേരം സെന്റിമെന്റ്സ് അടിച്ചതിന് ശേഷമാണ് ഈ വഴക്കുണ്ടാവുന്നത്. പിന്നെ അത് ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ ആഴ്ച തീർത്ത കാര്യമാണ്. പക്ഷേ അതിൽ വലിയൊരു ബഹളം നടത്തിയില്ല എന്നാണ് രേണുസുതി പറഞ്ഞത്. അത് വെറുതെയാണ്. നന്നായിട്ട് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യത്തിൽ രേണുസുതി പറഞ്ഞതിൽ സത്യം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ആ ഒരു സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ ആ വാക്ക് രേണുസുതി ഉദ്ദേശിച്ചപ്പോൾ രേണുസുതിക്ക് അത് നല്ല ഒരു ചമ്മലും നാണക്കേടും ഒക്കെ വന്നു. അത് നല്ല വാക്കല്ലല്ലോ, അതെന്തായാലും വരും. മാത്രമല്ല ഇത്രയധികം പ്രേക്ഷകർ കാണുന്നുണ്ട്. വീണ്ടും ആ വീട്ടിനകത്ത്, ബിഗ് ബോസ് വീട്ടിനകത്ത് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് രേണുസുതി. അപ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു ചമ്മലും ഉളുപ്പും ഒക്കെ ശരിക്കും ഫിസിക്കലി മെന്റലി ഒക്കെ, അതായത് ഫിസിക്കലി മീൻസ് പുള്ളിക്കാരി പിന്നെ അങ്ങോട്ട് ഡൗൺ ആയിരുന്നു. അത് മോശമായി പോയി. അത് രേണുസുതി പറഞ്ഞത് സത്യമാണ്. തന്നെ ഭയങ്കരമായിട്ട് തളർത്താൻ ആ ഒരു വാക്ക് മതിയായിരുന്നു. ശരിക്കും ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാലും സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയും ഓരോ വ്യക്തികളുടെ കാലിബറും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മളെ രേണുസുതി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ആൾ കുറച്ച് വീക്കായി പോയായിരുന്നു. പിന്നെ അങ്ങോട്ട് സ്ട്രോങ് ആയി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ആ ഒരു വീഡിയോയെ കുറിച്ച് പറഞ്ഞതോടുകൂടി എനിക്ക് തോന്നുന്നു ആൾക്കിപ്പോൾ അതിൻ്റെ ടെൻഷനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം വേറൊരു കാര്യം പറയുന്നുണ്ട്, താൻ അത്ര ആക്റ്റീവ് അല്ലെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതിന് കാരണം നാട്ടിലായിരുന്നപ്പോൾ വീട്ടിലെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ. ഇവിടെ അങ്ങനെ ആരും വരത്തില്ല, എല്ലായ്പ്പോഴും അങ്ങനെ ആരും ഉണ്ടാവണമെന്നില്ലല്ലോ എന്നാണ് രേണുസുതി പറഞ്ഞത്. അല്ല, രേണുസുതിയുടെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും 2-3 തവണ ബിഗ് ബോസിലേക്ക് വന്നവരും പിന്നെ അവരെല്ലാവരും അച്ഛനെയും അമ്മയൊക്കെ കൂടെ കൊണ്ടുവന്നവരുമാണല്ലോ. അങ്ങനെയല്ല, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ്. ആ ഗെയിം ഷോയിൽ ഇങ്ങനെയൊക്കെ കളിക്കണം എന്ന് പഠിച്ചിട്ട് തന്നെ വരാൻ പറ്റൂ. അല്ലാതെ പുറത്ത് കിടന്ന് ബഹളം വെച്ചപ്പം രേണുസുതി കരുതി ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് തന്നെ വീണ്ടും അങ്ങ് വലിയ കേമിയാക്കും എന്നാണ് കരുതിയെങ്കിൽ നടക്കൂല. ഇത് റിയാലിറ്റി ഷോ ആണ്, അതും ബിഗ് ബോസ് ആണ്. അല്ലാതെ ഇന്റർവ്യൂ എടുക്കുന്ന കണക്കും അല്ലെങ്കിൽ കുറെ പേര് കമന്റിൽ വന്നിട്ട് രേണുസുതി കി ജയ് പറയുന്ന കണക്കും ആയിരിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ രേണുസുതിയുടെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞത് ഈ 6 പേരിൽ വരാതിരിക്കാനുള്ള കാരണമാണ്. പക്ഷെ രേണുസുതി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
രേണുസുതി പറയുന്നതെന്ന് വെച്ചാൽ ഇനി ഞാൻ ഈ 6 പേരിൽ വന്നാലും ഇല്ലേലും ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ എന്നെ പേര് വിളിച്ച് കൊണ്ട് കയറ്റിയല്ലോ, അത് തന്നെയാണ് വലിയ കാര്യമെന്നാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ട്രോളൊന്നും ആവുന്നില്ല. രേണുസുതി പറഞ്ഞ കാര്യങ്ങളെ ഞാനിങ്ങനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും രേണുസുതിയൊക്കെ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് 5 എത്താൻ പറ്റും. എഗെയിൻ ഞാൻ പറയുന്നു, എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു അനീഷിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതൊക്കെ വിട്ടിട്ട് അവരവർക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്താൽ ഈവൻ രേണുസുതിക്ക് പറ്റാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല. ഈവൻ റെന ഫാത്തിമയേക്കാൾ ഏറ്റവും നന്നായിട്ട് തന്നെ സംസാരിക്കാനും അതുപോലെ തന്നെ ആ സംസാരിച്ചാൽ ആ വോയിസ് നല്ല സ്ട്രോങ് ആയിട്ടൊരു വോയിസ് ഉണ്ട് രേണുസുതിക്ക്. അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഗെയിം ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ രേണുസുതി ഇപ്പോഴും ഇരിക്കുന്നത് ബിഗ് ബോസിന് പുറത്താണ്. ഇപ്പോഴും ചിന്തിക്കുന്നത് എന്നെ അവിടെ ഇന്റർവ്യൂ എടുക്കാൻ ആൾ വരും, എനിക്ക് ഷോർട്ട് ഫിലിം വരും, എനിക്കത് വരും, എനിക്കിത് വരും. അത് വിട്, ആ സെന്റിമെന്റ്സ് കാർഡ് ഈ കഴിഞ്ഞ സീസണിലൊക്കെ ഏറ്റിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഈ സീസണിൽ അത് ഏക്കില്ല. കാരണം എല്ലാവരും ഓൾറെഡി ഫസ്റ്റ് വീക്കിൽ ഫസ്റ്റ് ഡേ തൊട്ട് അനീഷിന്റെ പിന്നാലെ പോവുകയാണ്. ഇപ്പോഴും എല്ലാവരും പൊട്ടന്മാരെ പോലെ അനീഷിന്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും ശരി, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് രേണുസുതിയെ ആ സപ്പോർട്ട് വിട്ടിട്ട് വോട്ടിനകത്ത് പോലും വോട്ട് കുറച്ച് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ ചുമ്മാ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് വോട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലീസ്റ്റ് വോട്ടാണ് വരുന്നതെങ്കിൽ ലാലേട്ടനാണെങ്കിലും പറയും, ശ്രദ്ധിച്ച് കളിച്ചോണേ, ഇല്ലെങ്കിൽ അടുത്ത വട്ടം ഈ സപ്പോർട്ട് കിട്ടില്ല എന്നും. ഇത് മിക്കവാറും കുറച്ച് നാളിങ്ങനെ സപ്പോർട്ടൊക്കെ കിട്ടി കയറിപ്പോയി അവസാനം വരുമ്പം ദാഗട. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളുടെ ഈ ഒരു രേണുസുതിയുടെ വാക്കുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടക്കുന്ന വിശേഷങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പറയുന്നേ. ആ കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് ജില്ലാക്ക്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കോണ്ടന്റ് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക.